ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മൾ തക്കാളിയും 2 എഗ്ഗും വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 എഗ്ഗാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഫസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം തക്കാളി നമുക്ക് പേസ്റ്റായിട്ട് അരയ്ക്കണം. പേസ്റ്റായിട്ട് അരച്ചിട്ട് അത് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട്, കുറേ വെള്ളം വേണ്ട, കുറച്ച് വെള്ളം, ആ ജാറിലുള്ള ആ ഒരു പേസ്റ്റും കൂടി ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് തിളയ്ക്കുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിക്ക് നമ്മൾ അളവിനിട്ട് കൊടുത്താൽ മതി. പിന്നെ മുളക്, ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത്. കാശ്മീരി ചില്ലി ഒരു 1.5 എരിവുണ്ടാവില്ലല്ലോ, 1.5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം പിന്നെ അതൊന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സ് ചെയ്യുക കേട്ടോ. നല്ല എന്നിട്ട് അതിൻ്റെ ഒരു ആ തക്കാളിയുടെയും ആ പൊടികളുടെയൊക്കെ ഒരു പച്ച ചായ മാറുന്നവരെ അത് തിളപ്പിക്കണം. കറിവേപ്പിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല തിളപ്പിക്കണം. അത് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ. നല്ല തിളച്ച് മറിഞ്ഞിട്ടോ. ഇനി നമുക്ക് എഗ്ഗ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു എഗ്ഗ് ഇട്ട് കൊടുത്തു. എഗ്ഗ് എത്ര വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ 2 എടുത്തത്, നിങ്ങൾക്ക് 3 വേണമെങ്കിൽ 3 എടുക്കാം. ഒരു എഗ്ഗ് കൂടിയും പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇനി ഒന്നുമില്ല, ഇനി ജസ്റ്റ് ഇത് ഒന്നും ചെയ്യേണ്ട. ഇതങ്ങനെ പൊട്ടിച്ചിട്ടതിന് ശേഷം ഒരു മൂടി എടുത്തിട്ട് അത് മൂടി വയ്ക്കണം. വിളക്കൊന്നും ചെയ്യേണ്ട, അങ്ങനെ മൂടി വയ്ക്കുക. മൂടി വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി സെറ്റായിട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ വയ്ക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ്. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി വല്ലാതിട്ട് ഇളക്കരുത്, ആ എഗ്ഗ് പൊട്ടിപ്പോവും. ജസ്റ്റ് ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെ ഉപ്പൊക്കെ നമുക്ക് നോക്കാം. എനിക്ക് ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി മെല്ലെ അത് മൂടി വെച്ചിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ കറി സെറ്റായി. ഇത് ചൂടിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.